എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എത്ര പറഞ്ഞാലും റെസ്റ്റ് എടുക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ പപ്പ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കിടയിൽ നിന്നൊക്കെ ഒരു അല്പസമയം നടു നിവർത്താൻ വേണ്ടിയിട്ട് പപ്പയ്ക്ക് ബാലൻസ് കിട്ടുന്നത് കാരണം പപ്പ ആ സമയവും കൂടെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നതാണ് മട്ടുപ്പാവിലെ കൃഷി. കുറേ വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇവിടെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പപ്പ ഈ കാലൊക്കെ സുഖമില്ലാതായത് കാരണം അതങ്ങ് വേണ്ടാന്ന് വെക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോൾ ഈ സ്പേസ് എല്ലാം കയറി ഒന്ന് വിസിറ്റ് ചെയ്തെങ്കിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ റീഅറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പപ്പയ്ക്ക് ഇതുപോലെ പപ്പ നട്ട് വളർത്തിയ ചെടികളെല്ലാം നമ്മളെ വിളിച്ച് കാണിക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് ആടും കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആടൊക്കെ പ്രസവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്തൊക്കെ എന്നെ വിളിച്ച് കാണിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും ഇവിടെ ഉള്ളപ്പോൾ ഹയയാണ് പപ്പയെ അക്കമ്പനി ചെയ്യാനായിട്ട് കയറുന്നത് കേട്ടോ. പക്ഷെ അവൾക്ക് ഇന്ന് പനിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാരണമാണ് അവൾ ഇങ്ങോട്ട് കയറാത്തത്. എനിക്കിവിടെ കയറുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ കൊറോണയുടെയൊക്കെ സമയത്ത് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതെ കുറേ നാളിരുന്നില്ലേ, ആ ടൈമിന് നല്ല വെയിലൊക്കെ താണിരുന്ന വൈകുന്നേര സമയമാകുമ്പോൾ നല്ല ചൂട് കട്ടനും എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസോ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് മേളിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുകയും കുറേ സമയം അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത്. സാധാരണ ഞാൻ പൊതുവെ വീട്ടിലെ കൃഷിയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണെന്ന്, ഒരു പോസിറ്റീവ് വൈബാണെന്നൊക്കെ. അതേ ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു ഇവിടെ കയറിയപ്പോഴും. ഒരേരിയയിൽ താഴേക്ക് വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിക്ക് കുറച്ച് മാറ്റൊക്കെ വിരിച്ച് അതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തിന് വെള്ളരിക്ക നട്ടിട്ട് അതെല്ലാം പടർത്തി വിടാനായിട്ട് അവിടെയും സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കില്ലേ. ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ചീരയും വെണ്ടയും കത്തിരിയും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് വിളവെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് തക്കാളിയും മുളകും ഒക്കെ. അതുപോലെ അടുത്ത വെള്ളരിയൊക്കെ ആ പന്തലിലേക്ക് പടർത്തി വിടാനായിട്ടൊക്കെയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ നല്ല ഫ്രഷ് വെള്ളരിയൊക്കെ നമുക്ക് മട്ടുപ്പാവിൽ നിന്ന് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.